ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സൂചനാ പണിമുടക്ക് തുടരുന്നു. നഴ്സുമാരുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ എത്രയും വേഗം എത്തിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. 7 വർഷമായി സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടില്ല. ഇതിന് കാരണം സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ശമ്പള വർധന നടപ്പിലാക്കാനുള്ള ഉത്തരവ് സർക്കാർ നൽകാത്തതാണ്. ഈ സാഹചര്യത്തിലാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്തുന്നത്. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്നാണ് ആവശ്യം. കൂടാതെ ഡോക്ടർ എസ് ബലരാമൻ, വീരകുമാർ കമ്മിറ്റികളുടെ ശുപാർശ നടപ്പിലാക്കണമെന്നും UNA ആവശ്യപ്പെടുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തൃശൂർ ശക്തൻ നഗറിൽ സംഘടിപ്പിച്ച അവകാശ പ്രഖ്യാപന സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ആരോഗ്യരംഗം ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് നഴ്സുമാരുടെ സ്വജീവൻ മറന്നുള്ള സേവനമാണ്. അതുകൊണ്ട് തന്നെ നഴ്സുമാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായകരമായ പിന്തുണ ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. 2018 ഏപ്രിൽ 23 ശേഷം നിങ്ങളുടെ ശമ്പള വർധന ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് കേരളത്തിലെ നഴ്സിംഗ് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകർ വലിയ ആവേശത്തിലും അതിൻ്റെ ആവശ്യത്തിലുമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നഴ്സുമാരുടെ ലഗ്നക്കാർട്ട എന്ന് വിളിക്കപ്പെടാവുന്ന തളറാം കമ്മിറ്റി റിപ്പോർട്ട് അതിൽ ഉന്നയിക്കപ്പെട്ട 50ഓളം കാര്യങ്ങൾ കേരളത്തിലെ നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് വലിയ മാറ്റമുണ്ടാക്കേണ്ട വളരെ നിർണായകമായിട്ടുള്ള അനുഭവങ്ങളും അവകാശബോധത്തിലും UNA ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളു, സംഘടനാ ദേശീയ സെക്രട്ടറി MV സുദീപ്, സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ്, സംസ്ഥാന സെക്രട്ടറി അജയ് വിശ്വംഭരൻ, ട്രഷറർ ES ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി നഴ്സുമാരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണതോതിൽ സ്തംഭിപ്പിക്കാതെ 1/3 നഴ്സുമാരുടെ സേവനം മാത്രം നൽകിക്കൊണ്ടാണ് പണിമുടക്ക് നടക്കുന്നത്. ആവശ്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ലോങ് മാർച്ച്, സമ്പൂർണ്ണ പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും അസോസിയേഷൻ വ്യക്തമാക്കി. TCV തൃശൂർ.